Hi guys, welcome back to Car Garage. Car Garage എന്നത് കാലത്ത് തന്നെയാണ്. അപ്പോൾ കാലത്ത് തന്നെ ടോമിൻ്റെ ഫോർച്യൂണർ എടുത്തങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഗാരേജിൽ പോയപ്പോൾ നമ്മളുടെ സെന്നും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നലത്തെ വിശേഷം കഴിഞ്ഞ് ഇന്ന് കാലത്ത് തന്നെ നമ്മൾ ഒരുപാട് വണ്ടികൾക്ക് പാർട്സ് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. കാരണം നമ്മുടെ എത്യൂസ് അതേപോലെ തന്നെ ഒരു ടൈപ്പ് 2 ഇന്നോവ അതേപോലെ നമ്മൾ ഈ ബൂത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിയൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് പെയിൻറ്റിങ് ചെയ്ത് തീർക്കണം. അപ്പോൾ തൃശ്ശൂർക്കാണ് പോണത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു 2 സെറ്റ് ബോണസ് സെറ്റ് എടുക്കണം. അതേപോലെ തന്നെ ബാക്കിയുള്ള വണ്ടികളുടെ ബമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം വാങ്ങണം. അതേപോലെ തന്നെ നമ്മുടെ ഈ പാച്ച് വർക്ക് ചെയ്യണ ഈ ഒരു വണ്ടിയുടെ റൈറ്റ് സൈഡ് ഫില്ലർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഫില്ലർ നമുക്ക് വേറൊരു വണ്ടി നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റിങ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തൃശ്ശൂർ എത്തിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തൃശ്ശൂർ ജംഗ്ഷനിലേക്ക് വന്നു. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കുറച്ച് ടൂൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു ഗ്യാസ് വെൽഡിങ് കാര്യങ്ങളുടെയൊക്കെ കുറച്ച് വാങ്ങി. റണ്ണിങ് ബോർഡ് റണ്ണിങ് ബോർഡ് വാങ്ങി. സ്കർട്ടല്ല കേട്ടോ, റണ്ണിങ് ബോർഡ് വാങ്ങി. ഒരു വണ്ടിക്ക് തിരക്കുള്ള വണ്ടിയില്ല, ഈ വണ്ടിയുടെ റണ്ണിങ് ബോർഡ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഒരെണ്ണം വാങ്ങി. അതേപോലെ തന്നെ അതിൻ്റെ ഫില്ലർ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോണറ്റും സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതെടുത്തിട്ട് കാണാം. അപ്പോൾ ഇന്ന് പർച്ചേസിങ് തന്നെയാണ്. ഉച്ച ആവാറായിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും കയറ്റി പോവാണ്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടാ. 2 സെറ്റ് ബോണസ് സെറ്റ് വാങ്ങി, ബമ്പറുകൾ ഒരു 3 സെറ്റ് വാങ്ങി, പിന്നെ റണ്ണിങ് ബോർഡ് വാങ്ങി, പിന്നെ ഫ്രണ്ടിലെ ഫില്ലർ ഇന്നോവയുടെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗാരേജിൽ എത്തണം. ഭക്ഷണം കഴിച്ചിട്ടില്ല, 2 മണിക്കായി നോക്കുന്നുണ്ട്. ഫോർച്യൂണർ ഫുള്ള് നിറഞ്ഞോട്ടെ. ഫോർച്യൂണറിൻ്റെ ആ സീറ്റാണ് മറക്കിയിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കയറി കൊടുക്കും, കുഴപ്പമില്ല. ഇരട്ടിക്കാൻ കയറും കേട്ടോ. ഇരട്ടിക്ക് കുത്താൻ തന്നെ പേലും കയറൊക്കെ ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഗാരേജ് എത്തിയിട്ട് ഗാരേജിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. ബോർഡ് നമ്മൾ ഇതിൻ്റെ റണ്ണിങ് ബോർഡ് വാങ്ങിയാണ് കേട്ടോ. ഈ ഒരു പാച്ച് വർക്ക് ഉള്ള വണ്ടിയുടെയാണ്. അപ്പോൾ റെക്കതൊക്കെ ഉണ്ടോ? ഈ രീതിയിൽ നമ്മൾ സെറ്റ് കഴിഞ്ഞപ്പോൾ അലൈൻ ചെയ്യണം അതിന്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ മേലെ നിന്ന് കട്ട് ചെയ്ത് കളയണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ഗാരേജിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗാരേജ് തിരിച്ചെത്തുമ്പോൾ നമ്മൾ ബൂത്തിൽ ഒരു ടൈപ്പ് 2 ഇന്നോവ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ ടൈപ്പ് 2 ഇന്നോവ ബൂത്തിൽ കയറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സെന്ന് നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും. അപ്പോൾ സെന്നിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്സുകളൊക്കെ ഇറക്കണ തിരക്കിലാണ്. സെന്നിൻ്റെ സെറ്റിങ് ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞ് 1 സൈഡ് ബാക്കിലെ ബമ്പറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ബമ്പറും കാര്യങ്ങളെല്ലാം സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഈ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ ഇന്നലെ പൂത്തി കയറ്റിയതാണ്.
അത് 1E7 സിൽവർ അടിച്ചിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതവിടെ വെച്ചോ, അവിടെ അപ്പോൾ ഒട്ടിച്ചു വന്നിട്ട് അല്ലല്ല അവിടെ ഈ ഒരു ഫില്ലറാണ്. ഡെയിലി വ്ളോഗാണ് അവർക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഫില്ലറ് ഈ ഒരു അവസ്ഥയാണ്, അവിടെ ഒന്നിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഇത് ഫില്ലറാണ്, ഫസ്റ്റ് പറഞ്ഞ ഫില്ലറ്. അതായത് ഈ ഒരു ഫില്ലറ് മാറ്റണം കേട്ടോ. ഇനി ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഇതിനെ അലൈൻ ചെയ്ത് മാച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ താഴെ വരെ വന്നതാണ് കാരണം നമുക്ക് കട്ടിങ് ചെയ്ത് ഇത് യോജിപ്പിക്കാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല. എന്നാലും ബുദ്ധിമുട്ടാണ് സെറ്റ് അലൈൻ ചെയ്തെടുക്കാന്ന് പറഞ്ഞത്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് ഫുള്ളായിട്ട് കിട്ടിയ കാരണം തന്നെ പിന്നീട് അങ്ങോട്ട് കംപ്ലൈൻറ്റുകൾ കുറവായിരിക്കും. കാരണം ഇവിടെ ഗ്ലാസിൻ്റെ അടക്കം ജോയിൻറ്റ് നമുക്കിവിടെ ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട്. അത് കയറ്റിയാൽ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അലൈൻ ചെയ്യണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വണ്ടി നേരത്തെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടെൻറ്റിങ് വർക്ക് കാര്യങ്ങളെല്ലാം തീർന്നു. അപ്പോൾ അതിന് ശേഷം അതേ പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ക്ലിയർ കോട്ട് വലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ള് അരച്ച് കളയേണ്ടി വരും കേട്ടോ. ഈ രീതിയിൽ കളഞ്ഞാൽ മതി അല്ലേ. ഇത് അണ്ടർ കോട്ട് ലോക്കൽ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ അഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഡെൻറ്റിങ്ങും തീർത്തിട്ടുണ്ട്. ഡെൻറ്റിങ് മേജർ ഡെൻറ്റിങ് ഒന്നും ഇല്ല. ഇവിടെ ഡെൻറ്റ് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. ഈ ഡോറ് ഡെൻറ്റ് ഉണ്ടായിരുന്നു, അതും ക്ലിയർ ചെയ്തു കേട്ടോ. റണ്ണിങ് ബോർഡൊക്കെ വലിച്ച് ക്ലിയർ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെയ്സ് റീപ്ലേസ് ചെയ്ത വണ്ടിയുടെ ചെയ്സ് കയറ്റി അതേ സെറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറം ബെൻഡ് ഉണ്ടായിരുന്നു, അപ്പുറം വലിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം എന്താ ക്ലിയർ ചെയ്തു, ചെയ്സ് ചേഞ്ച് ചെയ്തു. അപ്പം അങ്ങനെ നിൽക്കുന്ന വണ്ടി കേട്ടോ. കുറച്ചധികം പണികൾ ഇനിയും ഉണ്ട്. ഫ്രണ്ട് ഏജ് സെറ്റ് ചെയ്യണം, കട്ട് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ ചുരുണ്ട് പോയ രീതിയിലായിരുന്നു നിങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ അത് ലെവലടിച്ച് ക്ലിയർ ചെയ്ത് നേരെയാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ എൻജിൻ വയറിങ് കാര്യങ്ങളൊക്കെ അയച്ചതൊക്കെ ഈസിയും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ.